ഇപ്പോഴത്തെ ഇൻവെസ്റ്റിഗേഷൻ ഓഫീസർ നിഷാദ് അല്ലെന്ന് ഓർമ്മ വേണം. ശ്രീരഞ്ജനിയാ. തലമുടി നാരിഴ കീറി സത്യം പുറത്തു കൊണ്ടുവരാൻ മിടിക്കുക അവര്. ചിറ്റപ്പ, രക്ഷപ്പെടാൻ വഴി നോക്കിയാ ഞാൻ കാണാൻ വന്നത്. ഇതിപ്പോ ചിറ്റപ്പ കൂടെ എന്നെ പേടിപ്പിക്കുകയാണോ? ആ, സമാധാനിക്കു വച്ചേ. ചിറ്റവനല്ലേ കൂടെ. നമുക്കൊരു വഴി കണ്ടെത്താം. നീ കൊക്കയിലേക്ക് ചവിട്ടിത്തള്ളി ആ പയ്യന്റെ പേരെന്താ? രോഹിത്. ആ, രോഹിത്. അവൻ തിരിച്ചു വന്ന് മൊഴി കൊടുക്കാതിരുന്ന മാത്രം മതി. ബാക്കി കാര്യം ഞാനേറ്റു. അതിന് ചത്തവര് തിരിച്ചു വരുമോ? അവന്റെ ബോഡി ഇതുവരെ കിട്ടിയിട്ടില്ലെന്നല്ലേ പറഞ്ഞത്. ചിലപ്പോ അതും ഭാവിയിൽ പ്രതീക്ഷിക്കാം. ചത്തവൻ ചിലപ്പോ തിരിച്ചു വരും കൊച്ചേ. രക്തലേപന ചികിത്സ കണ്ടുപഠിച്ചോളൂ. രാജ്യമ്മേ. പവിഴം, പുറത്താരാന്ന് പോയി നോക്കിയേ. രാജ്യമ്മേ കാണുന്നില്ലല്ലോ മോളെ. രാജ്യമ്മ ആ മാമനെ നോക്കിക്കൊണ്ടിരിക്കുക. മാമൻ എന്തു പറ്റിയതാ? അറിയില്ല, കുറച്ചു നാളായിട്ട് ഇവിടെ ചികിത്സയില്ല. എന്താ സുഖേട്? എവിടുന്നോ വീണുണ്ടായ സുഖക്കേടെന്നാ രാജ്യമ്മ പറഞ്ഞത്. ആൾക്ക് ബോധമില്ലേ? ഇല്ല. ഊരും പേരും ഒക്കെ? അതും അറിയില്ല. അങ്ങോട്ട് കിടത്തിക്കൊള്ളൂ. മോളെ ഇരിക്കും. പതുക്കെ. പേടിക്കണ്ട, രാജ്യമ്മയാ.
പവിഴം, കല്ലുരുക്കി, മുക്കുറ്റി വിത്ത്, കരിനൊച്ചിയില, പാർപ്പടക പുല്ല്, വേലിപ്പരുത്തി സമൂലം, മുത്തങ്ങയുടെയും കോവലിന്റെയും ഇല, തിപ്പലി. ഉം. ഭേദമാകുമല്ലോ അല്ലേ രാജ്യമേ? വിശ്വാസം ഇല്ലെങ്കിൽ ഇപ്പൊ തന്നെ നിങ്ങൾക്ക് കുട്ടിയെ കൊണ്ട് പോകാം. അയ്യോ, ഞാൻ അങ്ങനെ പറഞ്ഞതല്ല രാജ്യമേ. നിങ്ങളൊന്ന് പുറത്തേക്ക് ഇറങ്ങി നിൽക്കണം. ഞാൻ ഈ കുട്ടിയെ ഒന്ന് പരിശോധിച്ചോട്ടെ. If you can keep your head when all about you are losing theirs and blaming it onto you. If you can trust yourself when all about you are losing theirs and blaming it onto you. If you can keep your head when all about you are losing theirs, when all about... രാജീവ് സാറേ, എന്ത് പറ്റി സാറേ? ഒന്നുമില്ല. അവളെവിടെ ശാരിയ? വലിയച്ചി ഇവിടെ ഇല്ല സാറേ. വലിയച്ചി കണ്ണിന്റെ ചികിത്സക്ക് പോയിരിക്കുക. എവിടെ? അടിവാരം സെറ്റിൽമെന്റ് കോളനിയില്. കണ്ണിന്റെ ചികിത്സ സെറ്റിൽമെന്റ് കോളനിയിലോ? അവിടെ ഒരു ഗോത്രവർഗ ചികിത്സയുണ്ട്. പെട്ടെന്ന് ഫലം കിട്ടുമെന്ന് എല്ലാരും പറയുന്നത്. അടുത്ത അന്ധവിശ്വാസം അല്ല. ചോദിക്കാനും പറയാനൊന്നും ആരും ഇല്ലല്ലോ. എന്താണോ വൈദ്യന്റെ പേര്? വൈദ്യനല്ല, ഒരു സ്ത്രീയാ. പേര് രാച്ചിയമ്മ. രാച്ചിയമ്മ? ആളൊന്നും വരുന്നില്ലയോ? ഇല്ല, അവിടെ താമസിച്ച് ചികിത്സ ചെയ്യണമെന്നാ. അമ്മയുണ്ട് കൂടെ. സാറേ, സാറിപ്പോ എങ്ങോട്ടാ? അന്വേഷിക്കാതിരിക്കാൻ പറ്റത്തില്ലല്ലോ. അയാള് പറഞ്ഞതുപോലെ ഞാൻ കിട്ടിയത് താഴെയാടെ കഴുത്തിലുണ്ടല്ലോ. അല്ല, അതിപ്പോഴും അവിടെ തന്നെ ഉണ്ടല്ലോ അല്ലേ? സാർ എന്തൊക്കെയായി പറയുന്നേ? അയാളുടെ അടുത്തുനിന്നേ എന്തും പ്രതീക്ഷിക്കാം. അത്രയ്ക്കാണല്ലോ തൻ്റെ കൂടെ നിൽക്കാരൊക്കെ. സാറേ, സെറ്റിൽമെന്റ് കോളനിയിലേക്കാണെങ്കിൽ സാർ പോവാതിരിക്കുന്നതാ നല്ലത്. വല്യച്ചിക്ക് സാറിനോടുള്ള പിണക്കം മാറിയിട്ടില്ല. ഇന്നലെ രാത്രിയും കൂടി അമ്മ സംസാരിച്ചപ്പോ അതുകൊള്ളാം.
അരിയൻ തിന്ന് അടുക്കളക്കാരെ കടിച്ചിട്ടും പട്ടിയുടെ മുറിവുറുപ്പ് ഇതുവരെ മാറിയിട്ടില്ലല്ലേ? അതിനെപ്പറ്റിയൊന്നും സംസാരിക്കേണ്ട സമയം ഇതല്ലല്ലോ സാറേ. അതെ, എവിടെ എപ്പ എന്ത് സംസാരിക്കണമെന്നൊന്നും എന്നെ ആരെയും പഠിപ്പിക്കണ്ട. എന്റെ ഭാര്യ എപ്പ കാണുമെന്നും. സാറേ, എന്താണോ സാറിനെ പഠിപ്പിക്കാൻ വരുവാണെന്ന് കരുതണ്ട. ലഹരി ഒന്നിനും പരിഹാരമല്ല. അത് അനുഭവം കൊണ്ട് പഠിച്ച ആളാ ഞാൻ. മറ്റുള്ളവരുടെ മുന്നിൽ വെച്ചേ ഭാര്യയുടെ കയ്യിൽ നിന്ന് ചെവുക്കുറ്റിക്ക് അടികിട്ടുന്ന ഭർത്താക്കന്മാർക്കേ കുറച്ചേരെങ്കിലും അതൊന്നും മറന്ന് സമാധാനത്തോടെ ഇരിക്കാൻ വേണ്ടിയിട്ട് ലഹരിയുടെ കൂട്ടൊക്കെ വേണ്ടി വരും കേട്ടോ. പാഠപുസ്തകത്തിൽ നിന്ന് ഒഴിവാക്കി കളയുന്ന ഭാഗങ്ങളും ജീവിതത്തിൽ ഉണ്ടെന്ന് മറക്കണ്ട. അയ്യോ, സത്യമേ, പാർക്കുട്ടിയെ കാണാൻ എനിക്കും കൊതിയുണ്ട്. സത്യം പറഞ്ഞ അവൾ അടുത്തില്ലാത്ത ഓരോ നിമിഷവും എന്റെ നെഞ്ച് നീറിക്കൊണ്ടിരിക്കുക. അവൾ വല്ലതും കഴിച്ചോ, സുഖമായിട്ട് ഉറങ്ങിയോ, ഇനിയിപ്പോ അവൾക്ക് എന്തെങ്കിലും അസുഖമുണ്ടോ, അങ്ങനെ ഓരോന്ന് ആലോചിച്ച് എത്ര സന്തോഷമായിട്ടാ സത്യമ്മേ പഞ്ചകൈലാസത്തിലേക്ക് ഞങ്ങൾ ഒരുമിച്ച് പോയത്. വിഷ്ണുവും ശാലിനിയും രോഹിത്തും സുസ്മിതയും ഇവളും ഞാനും ഒക്കെ. ആ സന്തോഷമൊക്കെ കേവലം ഒരു നിമിഷം കൊണ്ട് പൊട്ടി തകർന്നു. തിരിച്ചു പിടിക്കാൻ കഴിയാത്ത എവിടെയൊക്കെ ഒഴുകിയെത്തി ഓരോരുത്തരുടെയും ജീവിതം. അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നില്ലെങ്കിൽ എല്ലാവരും ഇവിടെ തന്നെ സന്തോഷമായിട്ടുണ്ടായേനെ. നമ്മുടെ പാർക്കുട്ടിയും. ഇതിനെല്ലാം കാരണമായി അവിടെ എന്താ സംഭവിച്ചതെന്ന് നമുക്ക് അറിയണ്ടേ സത്യമേ? ഒരുപക്ഷെ ഇവളുടെ വീഴ്ചയ്ക്ക് പോലും കാരണമായ സംഭവം. സാറേ, 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 ഒരുപക്ഷെ
സത്യാമ്മയോട് എനിക്കൊരു അപേക്ഷയുണ്ട്. രോഹിത്തിന്റെ കേസ് അന്വേഷിച്ച് സത്യം തെളിയിക്കാനാണ് അസിസ്റ്റന്റ് കമ്മീഷണർ ശ്രീരഞ്ജിനി വന്നിരിക്കുന്നത്. അവരുടെ അന്വേഷണത്തിൽ ദയവ് ചെയ്ത് വഴി വിലങ്ങരുക. അർജുൻ, ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും ഓരോ കാര്യത്തിനെ പറ്റിയും സത്യഭാമയ്ക്ക് സത്യഭാമയുടേതായ ബോധ്യങ്ങളുണ്ട്. ശനിയാഴ്ചയല്ലേ കല്യാണി? അത് ഞാൻ എത്തിക്കോളാം. ആ ശരി, ഞാൻ വരാം. മേ കം ഇൻ സർ? ഇവരോ? വരണം മാഡം. ഗുഡ് മോർണിംഗ് സർ. മോർണിംഗ്. അങ്ങോട്ടിരിക്കേ. വെരി ഗുഡ് മോർണിംഗ് സുസ്മിത. ആ ഗുഡ് മോർണിംഗ്. സുസ്മിതയ്ക്ക് വളരെ സന്തോഷമുള്ളൊരു വാർത്തയായിട്ടാ ഞാൻ വന്നിരിക്കുന്നത്. ഇവർക്ക് വേറെ പണിയൊന്നുമില്ലേ ഈ വീട്ടിൽ തന്നെ ഇങ്ങനെ കയറി ഇറങ്ങി നടക്കാൻ? ഇല്ല സുസ്മിതേ. സുസ്മിത ഇപ്പൊ ആലോചനയുള്ള മറുപടിയാ ഞാൻ പറഞ്ഞ. എനിക്ക് വേറെ ജോലിയൊന്നും ഇല്ലേന്ന്. ഇതെനിക്കൊരു സ്പെഷ്യൽ ഇൻട്രസ്റ്റ് ഉള്ള കേസാ. ഇതിനുവേണ്ടി ഞാൻ എന്റെ ജോലി തന്നെ റിസ്ക് ചെയ്തിരിക്കല്ലേ. ബൈ ദ വേ, സുസ്മിതയുടെ ഹെൽത്ത് ഒക്കെ ഓക്കെ അല്ലേ? പനിയൊക്കെ മാറിയില്ലേ? ആ കുഴപ്പമില്ല. എന്ന് വെച്ചാ തൽക്കാലം 2 ഇടികൊള്ളാനുള്ള ആരോഗ്യമൊക്കെ ഉണ്ടെന്ന് അല്ലേ? പേടിക്കാനൊന്നും ഇല്ല കേട്ടോ, ഞാനൊരു തമാശ പറഞ്ഞതാ. രോഹിത്തിന്റെ കേസിൽ സുസ്മിതയ്ക്ക് സ്വന്തം നിരപരാധിത്വം തെളിയിക്കാനുള്ള ഒരു സുവർണാവസരം വന്നിരിക്കുക. ഇനി സുസ്മിതയെ ഞാൻ അധികം ശല്യം ചെയ്യില്ല. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. നാർക്കോ അനാലിസിസ് ടെസ്റ്റ് തൽക്കാലം ഇല്ല. ലൈ ഡിറ്റക്ടർ ടെസ്റ്റ് അഥവാ നുണ പരിശോധന ടെസ്റ്റിന് കോടതിയിൽ നിന്ന് പെർമിഷൻ കിട്ടിയിട്ടുണ്ട്. എന്താ റെഡിയല്ലേ?